ലൈംഗികാതിക്രമ കേസിൽ എറണാകുളം എളമക്കര സ്റ്റേഷനിലെ ഗ്രേഡ് എസ്ഐ മുജീബ് റഹ്മാൻ അറസ്റ്റിൽ. കേസെടുത്തതോടെ ഇയാൾ ഒളിവിലായിരുന്നു. ലാൽകൃഷ്ണ ചേർന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ. ലാൽ, ഇയാൾ പിടിയിലായത് എവിടെ നിന്നാണ്? ഇയാൾ പിടിയിലായത് ഇവിടെ നിന്നാണ്, ഇപ്പോൾ നിലവിൽ എവിടെയാണ്, എപ്പോൾ കോടതിയിൽ ഹാജരാക്കുമെന്ന കാര്യങ്ങൾക്കെല്ലാം കൊച്ചി കമ്മീഷണറേറ്റ്, പ്രത്യേകിച്ച് കമ്മീഷണർ കളീശ്വർ മഹാരാജ് അടക്കമുള്ള ആളുകൾ മൗനം പാലിക്കുന്നുണ്ട്. എന്താണെങ്കിലും അദ്ദേഹം തന്നെയാണ് അല്പസമയങ്ങൾക്ക് മുമ്പ് ഇയാൾ പിടിയിലായിട്ടുണ്ട് എന്ന കാര്യം കൂടി, അയാളെ അറസ്റ്റ് ചെയ്തു എന്ന കാര്യം കൂടി പറയുന്നത്. പോലീസ് സേനയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. പക്ഷേ പോലീസിൻ്റെ ഇൻ്റൽ ഔട്ട്പുട്ടുകൾ അത്രത്തോളം മോശമായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കുറ്റവാളിയായിട്ട് ഒരാളെ കണ്ടെത്താൻ സാധിച്ചതും കർശന നടപടിയെടുക്കാൻ സാധിച്ചതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആദ്യ പരാതി, അതായത് ലൈംഗിക ആവശ്യത്തിന് വേണ്ടിയിട്ട് പരാതിക്കാരിയെ സമീപിക്കുകയും ഇല്ലെങ്കിൽ ലഹരി കേസിൽ കൊടുക്കും എന്നാവശ്യപ്പെട്ട സംഭവം ഉണ്ടായ സമയം മുതൽ തന്നെ ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു. ആ സമയത്ത് തന്നെ ലോ ആൻഡ് ഓർഡർ ചുമതലകളിൽ നിന്ന് ഇയാളെ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഒരു ഡോക്ടർക്കെതിരെ ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ പണം നൽകിയില്ലെങ്കിൽ ലഹരി കേസിൽ ഉൾപ്പെടുത്തും, അതിൽ പ്രതിയാക്കും എന്ന് പറഞ്ഞുകൊണ്ട് 1.5 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് മുജീബ് റഹ്മാൻ രംഗത്തെത്തി എന്ന കാര്യം അറിയാൻ കഴിഞ്ഞത്. ഇതിന് തൊട്ടു പിന്നാലെ ഇയാളെ സസ്പെൻഡ് ചെയ്യുകയും ഇയാൾ ഒളിവിൽ പോവുകയുമാണ് ഉണ്ടായത് എന്നുള്ളതാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇയാളെ പിടികൂടിയത് എന്നും പറയുന്നുണ്ട്. വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പറയുന്നതിനോടൊപ്പം നിലവിൽ ഇവിടെയുള്ള ഇന്റലിജൻസ് സംവിധാനങ്ങൾ കൂടുതൽ കരുത്തുറ്റതാക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം പറയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.